മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഇപ്പം നമ്മുടെ ഹൈ റേഞ്ചിൽ ഷൂട്ട് നടന്ന സീനുകളുണ്ടല്ലോ. ഹൈ റേഞ്ചിൽ ഭയങ്കര ക്രൗഡാണല്ലോ. ആ ക്രൗഡുകൾ നിരവധി ക്രൗഡാണ്. അവർ യോഗം നടക്കുന്ന സ്ഥലത്ത് ഭയങ്കര ക്രൗഡാണല്ലോ. അവിടുത്തെ ഒക്കെ ഷൂട്ടിങ് ഒരു ദിവസം കൊണ്ട് തീർന്നതല്ലല്ലോ ഒന്നും. അത് ഹൈ റേഞ്ചിലെ നമ്മളെ ടോവിനോടെ അത് നമ്മള് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തത്. ഹൈ റേഞ്ചിലല്ല. ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത അതേ സ്ഥലം തന്നെ. അതേ സ്ഥലം പള്ളിപ്പുറം ഗ്രൗണ്ട് CRPF അവിടെയാണല്ലേ. എന്റെ ഒരു ധാരണ ഹൈ റേഞ്ച് എന്നുള്ള ധാരണ അല്ല. അവിടെ ഞങ്ങൾ കുറെ സ്ഥലം അന്വേഷിച്ചു. വേറൊരു സ്ഥലം കിട്ടും. ഇവിടെ കുറെ പെർമിഷൻ ഹൈദരാബാദ് അന്വേഷിച്ചിരുന്നു. ഇവിടെ ഒരു പെർമിഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. കൊച്ചിയിൽ കുറെ അന്വേഷിച്ചു. പക്ഷെ അവസാനം അത് പല ആൾക്കാർ ഇടപെട്ട് അങ്ങോട്ട് പെർമിഷൻ നമുക്ക് കിട്ടുകയും ഒരു എത്ര ദിവസം 3 ദിവസം എടുത്തു അല്ലേ? 3 ദിവസം 4 ദിവസം അല്ല 3 ദിവസം 4 ദിവസം പ്ലാൻ ചെയ്ത് 3 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് തീർന്നു ഈ ആക്ഷൻ. പക്ഷെ അതിന്റെ ഒരു ഗുണം സംഭവിച്ചത് 4ാമത്തെ ദിവസം പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ കൂടി നടക്കുകയില്ല. കാര്യം ഫുൾ മഴയായിരുന്നു. ഫുൾ മഴ, അന്ന് നിർത്താതെ പെയ്യുന്ന മഴ. അപ്പൊ എന്തുകൊണ്ടോ നമുക്ക് എല്ലാവർക്കും തോന്നി ഇത് ഇന്ന് തന്നെ തീർക്കണം എന്ന് തോന്നി. അതിന്റെ ഒരു ഭയങ്കര ഓട്ടം ഓടി ചെയ്ത ഒരു സീക്വൻസ് ആണ്. അല്ല, ഇത് പ്രത്യേകം പല ഇന്റർവ്യൂ പറഞ്ഞിട്ട് പല മഴകൾ പെയ്തിട്ട് വെറുതെ ഇരിക്കേണ്ട വന്ന പല സ്ഥലങ്ങളിലും അത് എത്രയോ ദിവസങ്ങൾ അല്ലെ. എന്റെ 3rd ഡേ അത് ഞങ്ങൾ തീർക്കണം എന്നുള്ളതിന്റെ 2nd ഡേ ഉച്ച കഴിഞ്ഞപ്പോ മഴ തുടങ്ങിയതാ. പിന്നെ നിന്നിട്ടില്ല. നമുക്ക് ആക്ച്വലി ഡേ സീക്വൻസ്. അപ്പൊ മഴ ലൈറ്റ് വേണം, സൺലൈറ്റ് വേണം. അപ്പോൾ അതില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഉച്ച കഴിഞ്ഞിട്ട് മഴ തുടങ്ങിയിട്ട് പിന്നെ നിന്നിട്ടില്ല. അപ്പോൾ അന്നത്തെ ദിവസം 2ാമത്തെ ദിവസം ഉച്ചയോടുകൂടി പിന്നെ ഷൂട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻ കേസ് അത് 4ാമത്തെ ദിവസം മഴയുടെ മറ്റേ ക്ലൈമറ്റ് ഇതിലൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നീട് അങ്ങോട്ട് മഴയുണ്ടെന്നൊക്കെ തോന്നുന്നു. അങ്ങനെയൊക്കെ ഇൻഫർമേഷൻ വന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ തീർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഓപ്ഷനില്ല. നമ്മള് തിരുവാതിരകളിൽ ഷൂട്ട് ചെയ്തില്ലേ? തിരുവാതിരകളിൽ ഷൂട്ട് ചെയ്ത് എത്ര മാസം 11 മണിയായിരുന്നു പോയി. അത് കഴിഞ്ഞ ആ തിരുവാതിരകളിൽ ലാസ്റ്റ് ഷോട്ട് എടുത്ത് ജസ്റ്റ് പാക്കപ്പ് പറഞ്ഞ മഴകൾ തുടങ്ങി. അത് ഭയങ്കര ഒരു മഴ. അങ്ങനെ ഒത്തിരി ദിവസങ്ങൾ കൂട്ടിയത് ലൂസിഫർ തുടങ്ങിയത് മഴ നമ്മൾ കൂടുതൽ ലൂസിഫർ തൊട്ട് തുടങ്ങിയല്ലേ. ലൂസിഫർ തൊട്ട് തുടങ്ങി. അത് കൂടുതൽ പണി കിട്ടി പോയിട്ടുള്ളത് നമ്മുടെ ഗുജറാത്ത്. ഇതേപോലെ ഫൈറ്റ് തുടങ്ങുന്ന സമയത്താണ് ലൂസിഫർ സെറ്റൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് ഫാക്ടറി ഫൈറ്റ്. അതിനും മഴ, അവിടെ മഴ കിട്ടി. ഈ ഫൈറ്റില് ഒരു ക്യാമറ വർക്കുകൾ ഉണ്ടല്ലോ. ഫൈറ്റിലെ ക്യാമറ വർക്കുകളാണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഒരേ ഫ്രെയിമുകളും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ കണ്ട ഫൈറ്റ് കുറെ ഫൈറ്റുകളുണ്ട്. അതിലേറ്റവും ഒരു റിസ്കി തോന്നിയ ഏത്? എല്ലാ ഫൈറ്റും റിസ്ക് ആട്ടോ. കാര്യം എല്ലാം ഒരു മൾട്ടി ക്യാമറസ് വെച്ചിട്ടുള്ള ഷൂട്ടാണ്. ഇപ്പൊ ഫോറസ്റ്റിനകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞൊരു മഴയുടെ ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഞാൻ ഇത് കുറച്ചുകൂടി പൊലിപ്പിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും അഡീഷണൽ പരിപാടികളിലേക്ക് നമ്മളൊരു ക്യാമറ വെച്ചിട്ട് അഡീഷണൽ ലൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല. അതിങ്ങനെ ഡേയ്സ് നീളും. അപ്പോൾ നമ്മൾ നാട്ടുകാരറിയാത്ത അല്ലെങ്കിൽ കാണുന്നവർക്ക് അറിയാത്തൊരു കോംപ്രമൈസ് അതിനകത്തുണ്ട്. പക്ഷെ എന്നാലും ഇത് ബാക്കിയുള്ളവർക്ക് അറിയാം. നമുക്കറിയാം അയ്യോ ഇത് ഇങ്ങനെ കൂടി ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ അറിയാം. പക്ഷെ അത് ഓക്കെ, ചില കോംപ്രമൈസ് ഒക്കെ വേണമല്ലോ. എല്ലാവരും ഉണ്ടാവരുതല്ലോ. ഓരോ ഫ്രെയിം വെക്കുമ്പോഴും ഇപ്പം സുത്തിനൊരു ഫ്രെയിം ഉണ്ടാവും. പൃഥ്വിയുടെ മനസ്സിലോടാണ്. നിങ്ങൾ രണ്ടുപേരുടെ മനസ്സ് ഒന്ന് തന്നെ ആയിരിക്കും. ഫ്രെയിം വെച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് സുത്തി അതെല്ലാ ഫ്രെയിം നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, അല്ലെങ്കിൽ പൃഥ്വി പറയുന്നത് അതല്ലോ ഫ്രെയിം നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചാലോ, അങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അത് എപ്പോഴും ഇതൊരു ക്രിയേറ്റീവ് ജോബാണ്. അപ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി ഒരു 98% ഞങ്ങൾ ഒരേ വേവ് ലെങ്ത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുക. ലെൻസ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും ക്യാമറ മൂവ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഫ്രെയിമിന്റെ കാര്യത്തിലാണെങ്കിലും ഓൾമോസ്റ്റ് സുജിതേട്ടൻ ഫ്രെയിം വയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സുജിതേട്ടൻ അത്ര ഒരു സ്ഥലത്ത് ആദ്യം വെച്ച് നോക്കും പുള്ളി. പിന്നെ അല്ലെങ്കിൽ മൊബൈൽ വെച്ചിട്ട് പുള്ളി ഒന്ന് ഫ്രെയിം ഒരു പല സ്ഥലത്തും ഒരേ അത് എങ്ങനെയാണ് വെച്ച് നോക്കും. അതിനകത്ത് ബെറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുക തന്നെയാണ് ബെറ്റർ എന്നുള്ളതാണ്. അത് പിന്നെ ഒരു മറ്റേ അങ്ങനെ മാറ്റി പരിപാടി ഉണ്ടായിട്ടില്ല. ഇത്രേ സമയത്തിനകത്ത് വരുന്നൊരു സാധനമില്ല. പിന്നെ അതുപോലെ ഇതൊരു ക്രിയേറ്റീവ് പ്രോസസ് ആകുമ്പോഴേ ഈ മാറ്റി വെക്കൽ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കലല്ലോ. ഏറ്റവും നല്ല ഫ്രെയിമാണോ ഇതിനകത്ത് നമുക്ക് ഇവിടെ വെച്ചാലോ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കി കൊള്ളാമെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ചോദിച്ചാലും അങ്ങനെ അറിയില്ല. ഇപ്പൊ അതൊരു ഹേർട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഓർമ്മ നമുക്കത് ഇതിന്റെ പ്രോസസ്സിനകത്താകുമ്പോൾ അങ്ങനെ ഓരോ ഫ്രെയിമുകൾ ഓരോ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോ ജിതിൻ രാംദാസ്
ആ ജിതിൻ രാംദാസ് അവരുടെ വീട്ടിൽ വരികയും മഞ്ജു നൈറ്റിൽ കാണുകയും മഞ്ജു ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് നൈറ്റിൽ കാണുകയും ചെയ്യുന്ന ഇതുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്ന ജിതിൻ രാംദാസ് നടക്കുന്ന ഒരു സാധനമുണ്ട് നൈറ്റിലത്. അവിടെ ഞാനിങ്ങനെ അവിടെ ഫുൾ ബൾബുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ നോക്കുമല്ലോ അത് എങ്ങനെയാണ് ബൾബൊക്കെ ഇട്ട് നോക്കാം, ഇങ്ങനെ വെച്ച് അങ്ങനെ ഒരു സംഭവമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും രാജുകൊണ്ട് പറഞ്ഞു സുധ ഞാൻ വിട്ടുപോയി, എനിക്കിത് കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കിട്ടിയാൽ കൊള്ളാം, നമുക്കതെങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതിൻ്റെ പണി അപ്പോൾ അങ്ങനെ തുടങ്ങും. അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. ഇപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഓർമ്മ വരും, അല്ലെങ്കിൽ അത് ഓർമ്മ വരത്തില്ല. അത് അങ്ങനെ എല്ലാവരും ഉണ്ട്. ഈ ലാലേട്ടൻ ഒരു ഫ്രെയിം കഴിയുമ്പോൾ ലാലേട്ടൻ്റെ ഒരു കൗതുകം ഉണ്ടാവും. ലാലേട്ടൻ ആ ഫ്രെയിം കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. അല്ലെങ്കിൽ ലാലേട്ടൻ സംസാരിക്കുന്ന രീതി വേറെ രീതിക്കായിരിക്കും. അങ്ങനെ ലാലേട്ടനുമായിട്ടുള്ള സംസാരം എങ്ങനെയായിരിക്കും? അതും ഇടയ്ക്കൊക്കെ വന്ന് മറ്റേ ഞാൻ മിക്കവാറൊക്കെ ഡോളിലായിരിക്കും. ഇടയ്ക്ക് ആ സാധനത്തിൽ ഇങ്ങനെ വന്ന് പിടിച്ചിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ പ്ലേബാക്ക് ചെയ്ത് കാണുമല്ലോ. പ്ലേബാക്ക് ചെയ്ത് കാണുമ്പോൾ അല്ലേ കുഴപ്പമില്ലല്ലേ, നന്നാവുമായിരിക്കും അല്ലേ, ഇങ്ങനെ പുള്ളിയുടെ ഒരു സ്ഥിരം കൗണ്ടർ കോമഡീസ് ഉണ്ട്. അതിങ്ങനെ വെച്ചോണ്ടിരിക്കും. പിന്നെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ കുസൃതി പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് മോനെ എന്നുള്ള ആ രീതിക്ക് അത് രസമാണ്. അത് അല്ലേ, അത് നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും പുള്ളി അടുത്ത് നിന്ന് നിൽക്കുമ്പോഴും നമുക്ക് പറയുമ്പോഴും അല്ലല്ലേ എന്തുകൊണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന വേറൊരു തരം എനർജിയാണ്. അറ്റ്ലീസ്റ്റ് പുള്ളി നോക്കി ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് എനർജി കിട്ടും. അങ്ങനെ ഒരു മുഖമാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ. അതൊരു ഓറയാണ്, ടോട്ടലി ഒരു ഓറയാണ്. മണിയുടെ അടുത്തും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ അല്ലേ. അല്ല ലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റിനകത്ത് ഇത് നിങ്ങൾ ചോദിക്കുകയോ ഓരോ സെറ്റ് ചെയ്ത് കാണുന്ന സമയത്ത് ഇതൊന്നും പറ്റിയിട്ടാണ് ഇതെന്താണ് ഇത് ഒന്നും സെറ്റാണോ, ചിലത് ഒറിജിനൽ ആയിരിക്കും, ചില എക്സെപ്ഷൻ ആയിരിക്കും. പുള്ളി അത് ജസ്റ്റ് നോക്കുമ്പോൾ പുള്ളിക്ക് ഒരു കൗതുകം ഉണ്ടാകുമ്പോൾ നമുക്ക് ആൾക്കാരെ വിളിക്കാൻ പറയുന്നത് ഇതിൻ്റെ എങ്ങനെ ചെയ്ത് എന്താണ് ഇത് പറ്റിയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഒരു പുള്ളി ശരിക്കും എന്താ പറയുക ഒരു കുട്ടികളെ പോലെ തന്നെയാണ് സെറ്റ് നിൽക്കുന്നത്. നല്ല ക്യൂരിയസ് ആണ്, ആകാംക്ഷ ഉണ്ട് സിനിമ ചെയ്തു എന്നുള്ള ഒരു ഇതല്ലാതെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷ്മതയോടെ ഇങ്ങനെ നോക്കി ഒബ്സർവ് ചെയ്യുക. പിന്നെ അതുപോലെ ചില ഫോക്കസ് ഒക്കെ തെറ്റുമ്പോൾ മറ്റു പറയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ആ ഒരു കുലുക്കല്ലോ പുള്ളി ആണോ അല്ലല്ല ഒന്നുമില്ല എന്ന് പറയും. ചില ആൾക്കാർക്ക് അത് ഇറിറ്റേറ്റഡ് ആവും. എന്താ നമ്മൾ ഇത്രയും ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ലൂസിഫറിന് പുള്ളി ഒരു ഇരിക്കുന്ന ഒരു ഷോട്ടാണ്, ജയിലിനകത്ത് ഇരിക്കുന്ന ഒരു ഷോട്ടാണ്. ഇരുന്നിട്ട് മറ്റേ അദ്ദേഹത്തിന് അപ്പുറത്തിരിക്കുന്ന കൃഷ്ണൻ അദ്ദേഹത്തിന് നോക്കുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ട്രോളിയൊക്കെ തള്ളി ഇങ്ങ് വരുന്ന അവസാന നിമിഷത്തുനിന്ന് ഫോക്കസ് പോകും. അത് ഈ ഫോക്കസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് അദ്ദേഹത്തിന് പണിയറിയാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ, ഉഗ്രൻ ഫോക്കസ് ഫുള്ളാണ്. പക്ഷെ ചില സമയത്ത് നമ്മുടെ വേറെന്തെങ്കിലുമൊക്കെ ആലോചന ഉണ്ടാവും. ചില സമയത്ത് എൻ്റെ ലെൻസിൻ്റെ കാലിബ്രേഷൻ കറക്റ്റ് ആവില്ല. അപ്പോൾ വൺസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പാനിക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ പാടാം. അങ്ങനെ ആ സിമ്പിൾ ഷോട്ടിന് 19 ടേക്ക് എടുത്തു. എന്നിട്ട് ഞങ്ങളെ ഫോഴ്സ്ഫുള്ളി ആ ഫോക്കസ് ഹോൾഡർ മാറ്റി. അത് പക്ഷെ അത് എനിക്കിപ്പോഴും വിഷമമുണ്ട്, കാരണം അത് പുള്ളി വളരെ നല്ല ഫോക്കസ് ഹോൾഡറാണ്. പക്ഷെ ഇപ്പം വീട്ടിലെ ഇഷ്യൂ പറഞ്ഞാലോ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിലോ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല പലപ്പോഴും. അത് പക്ഷെ ലാൽ സാർ അനങ്ങിയിട്ടില്ല അത്രയും സമയം. കുഴപ്പമില്ല അവിടെ ഇരുന്ന് 19 ടേക്കും പുള്ളി ഇരുന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചോ, ഒരാളും ചെയ്യുന്നതല്ല കേട്ടോ, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഇങ്ങനെ ഒരാളും ചെയ്യില്ല. ഇല്ല ഇപ്പൊ പുതിയതായിട്ട് വീഴുന്ന പിള്ളേര് പോലും ചിലപ്പോ 3-4 ടേക്ക് എന്തോ 19 ടേക്ക് പുള്ളി ഇരിക്കാന്ന് പറയാ. ആ ആദ്യത്തെ ടേക്കിലിരുന്ന അതേ സന്തോഷത്തിലാണ് 19 ടേക്കിൽ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.